വർഷത്തെ മികച്ച നവാതക സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എടപ്പാളുകാരനായിട്ടുള്ള ഫാസിൽ മുഹമ്മദിനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമ സിനിമയ്ക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണുള്ളത്. മികച്ച നവാഗത സംവിധായകന് മാത്രമല്ല, നമുക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. അതുപോലെ തന്നെ മികച്ച രണ്ടാം ചിത്രത്തിലുള്ള അവാർഡ് കിട്ടി. അപ്പോൾ ആദ്യത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ അതുപോലെ മഞ്ഞുമൽ ബോയ്സ്, പ്രമേഹം പോലുള്ള സിനിമകളിലൊപ്പം മത്സരിക്കുന്നു. അതിൽ നിന്നൊരു അവാർഡൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ സിനിമ ചെയ്തെന്ന രീതിയിൽ ഭയങ്കര സന്തോഷമാണുള്ളത്. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസും നമ്മുടെ നാടനാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം? നമുക്ക് അവൈലബിൾ ആയ ആളുകളും സൗകര്യമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്ലാന്. അതുകൊണ്ടാണ് ഞാൻ പൊന്നാനി സെലക്ട് ചെയ്തത്. പൊന്നാനിയിൽ നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ കൾച്ചർ എന്താണ്, ആളുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കണം എന്നൊരു ആഗ്രഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൊന്നാനി ചൂസ് ചെയ്തത്. ഇതിൽ അഭിനയിച്ച ആൾക്കാർ കൂടുതലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ നമ്മളെ നാട്ടുകാർ അവരൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവരൊന്നും ഇങ്ങനെ അഭിനേതാക്കളായിട്ടുള്ള ആൾക്കാരല്ല, ഞാൻ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ സ്മാർട്ടാണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഞാൻ വിളിച്ച് അഭിനയിപ്പിക്കുന്നു. ഞാനത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി സിനിമകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എടപ്പാളുകാരുടെയും ഞങ്ങളുടെ ഒക്കെ വകയായിട്ട് ഇംഗ്ലീഷ് ഗേൾസിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്.